ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹൈറിലെ കുറച്ച് വിശേഷങ്ങളാണ്. ഹൈർ എന്ന് പറയുന്നത് ഞാൻ പ്രസവാനന്തര ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വന്ന സ്ഥാപനം കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കഷായം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടോ പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ രാവിലെ ഒരു 8:30 ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ തരത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് പിന്നെ കുളി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുട്ടീനെ ആദ്യം കുളിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ കുട്ടീനൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഓളെ ഫീഡ് ചെയ്ത് ഉറക്കി കാലിൻ്റെ കൈ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കുളി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽ നമുക്ക് കീ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്കി കേട്ടോ ഇവിടെ ചൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ നവരക്കീ അങ്ങനെ ഒരുപാട് കീകളിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്കി എന്ന് പറയുന്ന ഒരുപാട് ഇലകളൊക്കെ ചേർത്തിട്ട് അതേപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കീ ആണ് കേട്ടോ. പിന്നെന്താ അതൊക്കെ ഒരു റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം കീ കുത്താൻ. പിന്നെന്താ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സ്റ്റാഫാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും ഒരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഒക്കെ തന്നെ സ്റ്റാഫ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. അപ്പോൾ അത് ആ കീ ഒക്കെ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കീ കെട്ടുന്ന ഈ ഒരു സംഭവം അതേപോലെ കീൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു രീതിയിൽ വന്നിട്ട് ചെയ്തിട്ടില്ല. എല്ലാം ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഇതൊക്കെ തന്നെ പുതിയ അറിവുകളാണ് കേട്ടോ. അപ്പോൾ ഇത് കീ കെട്ടിയതിന് ശേഷം ഒരു സ്റ്റൗവിൽ ഇങ്ങനെ ഒരു ചേച്ചിട്ട് വെച്ചിട്ട് അതിൽ കുറേ എണ്ണകളൊക്കെ ഒഴിക്കുന്നത്, കൊയമ്പ് അങ്ങനെ കുറേ സംഭവം കേട്ടോ. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഈ തപ്പി കളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വോയിസ് ഞാൻ ഇവിടെ നല്ല കൊടുക്കുന്നത് കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. സൗണ്ടിലായാലും ഒക്കെ തന്നെ എങ്ങനെയൊക്കെ ഡോറ് ക്ലോസ് ആക്കിയിട്ട് സൗണ്ട് പിന്നെ ഇതിൽ വരുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം ഇങ്ങനെ നമ്മൾ മേലിങ്ങനെ കുത്തലാണ് കേട്ടോ. ഈ ഒരു എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മേലിങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വീഡിയോയിൽ കാണുന്നില്ല ഈ ഒരു സംഭവം. അപ്പോൾ നമ്മൾ കൊയമ്പൊക്കെ തേച്ചതിന് ശേഷം ഓലിങ്ങനെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ കുത്തി തരും കേട്ടോ. അപ്പോൾ നല്ല സുഖമാണ്. പെയിനൊക്കെ ഭയങ്കര ഒരു ആശ്വാസമാണ്. അതേപോലെ ബോഡി മസാജിങ് ഉഴിച്ചിൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ 9 മണിക്കിപ്പോൾ കയറിയാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു 11-12 മണിക്ക് ആവലുണ്ട്. അത്രയും ടൈം നമ്മൾ ഉഴിഞ്ഞ് പിന്നെ അതേപോലെ എന്താ പറയുക ഇതൊക്കെ തേച്ചിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ അവിടെ എടുത്തിട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ ഫേസ് മാസ്ക് ഉണ്ട്, അതേപോലെ ഹെയർ പാക്കും ഉണ്ട്. രണ്ടും നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്ലൈ ആക്കി തരും. അപ്പോൾ ഫേസിൽ അപ്ലൈ ആക്കുന്നതെന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇത് ഡെയിലി ഉണ്ടാകുന്നതാണ്. അതേപോലെ ഹെയർ പാക്കും ഫേസിലൊക്കെ ഇട്ടുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ ഫേസിന്. ഞാനിങ്ങനെ മസാജ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ കണ്ണ് കൂടി പോകുന്നുണ്ട് കേട്ടോ. ഇത് തേച്ചിടുമ്പോൾ ഭയങ്കര ഉറക്കിലേക്കും. ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ ഉറക്കമൊക്കെ ഞാൻ ഉറങ്ങി തീർക്കലിട്ടോ. ഇവിടെ എന്താ പറയുക നമ്മൾ ഇതൊക്കെ തേച്ചിടുമ്പോൾ എന്തായാലും ഒരു 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഒരു ടൈം ഇങ്ങനെ ഉറങ്ങും. ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ ഇതിലേക്കാണ് എല്ലാവരും പോകുന്നതെന്ന് പറഞ്ഞിട്ട്. ആദ്യം വീടുകളിലൊക്കെ കഴിഞ്ഞല്ലോ ഇങ്ങനത്തെ സംഭവങ്ങൾ. പക്ഷെ ഇങ്ങനെ ഫേസിൽ അങ്ങനെ ഇതൊന്നും എനിക്കങ്ങനെ തിരെ കിട്ടിയില്ല കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മഞ്ഞളെണ്ണ ആ ഒരു സംഭവമൊക്കെ തേച്ച് അങ്ങനെ തേക്കാന്നല്ലാതെ ഇങ്ങനത്തെ സംഭവമൊക്കെ ഫസ്റ്റുള്ള ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം ഒരു 1.5 മണിക്കൂർ നമ്മൾ തേച്ചിട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം കുളിക്കും. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് മുടി പുകയ്ക്കലുള്ളത്. അപ്പോൾ കഴിഞ്ഞു.
ബേബി അല്ല ഉറക്ക. കഞ്ഞി കുടിക്കാ? അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണിതാ മോള് കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് മിനുക്കെന്ന് പറഞ്ഞാൽ അവൾ കണ്ണ് തുറക്കാൻ ഭയങ്കര പരാതിയാണ് കേട്ടോ. എപ്പോഴും ഉറക്കാണ്. പക്ഷെ ആൾ എന്താ പറയുക, മുഖത്തൊക്കെ നോക്കി ചിരിക്കാൻ മാത്രമൊന്നും ആയില്ല, എത്ര ദിവസം ആയിട്ടില്ലല്ലോ. അപ്പോൾ ഓൾക്ക് ഭയങ്കര പരാതി കേട്ടോ. അവൾ നോക്കുന്നില്ല, അവൾ ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി നോക്കുകയാണ്. ടേബിൾ മേൽ കഞ്ഞി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിക്കാൻ പോയപ്പോൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് മോൾക്ക് കുറച്ച് കൊടുക്കാമെന്ന്. പക്ഷേ മോള് കുടിക്കുന്നില്ല കേട്ടോ. ഓൾക്ക് ഈ ജീരകിടണും ഈ അതിൽ മറ്റേ ഇതില്ല ചെറുപയറിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ ഇട്ടിട്ടുള്ള കഞ്ഞിയാണ്, അതൊന്നും ഓൾക്ക് പറ്റുന്നില്ല. അങ്ങനെ എന്തൊക്കെയാണ് സോപ്പിട്ട് ഒരു 2 കയ്യിലൊക്കെ കുടിപ്പിക്കാൻ നോക്കുകയാണ്. അതിന് വായൽ വെച്ചപ്പോഴാണ് പറയുന്നത് ഇത് ടേസ്റ്റ് ഇല്ല, എനിക്കിഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ നിർബന്ധിച്ചൊരു 2 സ്പൂണ് കുടിപ്പിച്ച്. സമാധാനം ഉണ്ടാവില്ല, ഓല കൂട് വയറ് നിറഞ്ഞില്ലേ. നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ഓല വയറ് നിറയാതൊക്കെയാണല്ലോ ഉള്ളൊരിതാണ്. അങ്ങനെ കുറച്ചും കുടിച്ചപ്പോൾ പിന്നെ ഒക്കെ വേണ്ടാണ്, പിന്നെ അടിച്ച് പോയിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ തന്നെ കുടിക്കേണ്ടി വന്ന്. അങ്ങനെയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ എന്താ പറയുക, ഓൾക്ക് എന്ന് പറയുന്നത് സമയം എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടണ്ടേ. അങ്ങനെ ഇക്കാതെ വരുമ്പോൾ ഒരു പാവനം വാങ്ങിക്കൊടുത്തിട്ട് കേട്ടോ. പാവനാണ് സാരി ഉടുപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എന്നിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത്. ഞാൻ പറ്റിക്കാനൊന്നും കഴിയില്ല. ഞാൻ വീഡിയോ എടുക്കുക നോക്കുകയാണെങ്കിൽ വന്നിട്ട് നോക്കും വീഡിയോ എടുത്തുക്കുന്നു അല്ല അത് ഡിലീറ്റ് അടിച്ചോന്നൊക്കെ. അപ്പോൾ എടുക്കാൻ പറ്റും. പിന്നെ ഓളെ ഇഷ്ടമല്ല ചോദിച്ചാൽ പിന്നെ ഞാൻ വിടുന്ന വീഡിയോസ് ആണെങ്കിൽ വന്ന് കാണും കേട്ടോ. യൂട്യൂബിൽ വന്ന് കാണും. അപ്പോൾ അവളെ കണ്ടില്ലേ ഭയങ്കര പരാതി. അതുകൊണ്ട് പിന്നെ ഞാൻ ഡിലീറ്റ് അടിക്കാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1-1.5 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ഉച്ചക്കലത്തെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായി. നോമ്പായതുകൊണ്ട് തന്നെ എന്താ പറയുക ചെറിയൊരു മെനുവിൽ കേട്ടോ. ഒന്ന് സാധാരണ എന്താ മീൻ പൊരിച്ചോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലുണ്ട്. ഇതിപ്പോൾ സാധാ ചോറും പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ കാബേജ് തോരനും പപ്പടം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ വേറൊക്കെ നിറയാൻ മാത്രം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഒരു തരുന്നുണ്ട്. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തുകൂടിയൊക്കെ കുറച്ച് നേരം നടന്ന്. ഞാനങ്ങനെ നടക്കലൊന്നുമില്ല, ഇവളുണ്ടാകുമ്പോൾ പിന്നെ കിടക്കാനും പറ്റൂല. ഈ ഒരു 10 മിനിറ്റൊക്കെ കിടക്കുകയാണ് എന്തെങ്കിലും ആയിട്ട് ഓള് വരും കേട്ടോ. പരാതിയോ അല്ലെങ്കിൽ ഓള് കൂടെ കളിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇക്കാക്ക് കുറേ കൂടി കൊടുക്കും. പിന്നെ എൻ്റെ എന്താ പറയുക ഞാൻ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കിടക്കാനുള്ള ടൈമില്ല. പിന്നെ പുറത്ത് പോയി അവിടെ തന്നെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ പോയി പിന്നെ കളിക്കും. പിന്നെ ഇത് നമ്മളെ തുണികളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ മീനുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.